അമ്പലത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളും ഒന്ന് പറയാവോ? അതായത് മുൻകാലങ്ങളിൽ ഇവിടെ ഒരു ഭജനമഠമായിരുന്നു. ആ ഭജനമഠത്തിൽ നിന്നാണ് പിന്നീട് കാലക്രമേണ പരിണാമം ഉണ്ടായി ഇങ്ങനെ ഒരു ക്ഷേത്രമായി മാറുന്നു. അതിനപ്പുറം പിന്നെ ഗണപതിയും ഉപദേവതകളായിട്ട് കുടിയിരിക്കുകയാണ്. ഈ നാട്ടിൽ എല്ലാവർക്കും ജാതിമത രാഷ്ട്രീയങ്ങൾക്കപ്പുറം വളരെ സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടന്നു വരുന്ന ഒരു പുണ്യ സങ്കേതമായിട്ടാണ് ഇന്നിവിടെ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഗുരുദേവ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഗുരുദേവൻ 2015-16 ഇത് ക്ഷേത്രം ആരംഭിച്ചത്.